കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. നഗരസഭയിൽ നിന്ന് വിജിലൻസ് വിശദാംശങ്ങൾ ശേഖരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഈ പെൻഷൻ തട്ടിപ്പിലെ വിജിലൻസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞല്ലോ, ഏത് ദിശയിലാണ് അന്വേഷണം? ഗോപീഷൻ, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ഏകദേശം 5 മാസം പിന്നിടുന്നു. അന്നു മുതൽ തന്നെ പോലീസാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ആദ്യമേ ലോക്കൽ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. തുടർന്നാണ് ഇത് വിജിലൻസിലേക്ക് വിടണമെന്ന് കോട്ടയം SP തന്നെ, കോട്ടയം ജില്ലാ പോലീസ് തന്നെ ഒരു ആവശ്യം സർക്കാരിനോട് ഉന്നയിച്ചത്. അതിനുശേഷം അത് അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞിടെ അടുത്ത ദിവസം തന്നെ വിജിലൻസിന് ഒരു ഓർഡർ ലഭിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ പെൻഷൻ തട്ടിപ്പിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നൊരു വീഴ്ചയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണിത് വിജിലൻസിന്റെ പക്കലേക്ക് കേസ് വന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നിലവിൽ ക്രൈംബ്രാഞ്ചിന് അവർ കണ്ടെത്തിയിരിക്കുന്ന രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ നഗരസഭയിലെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കും. അതിനുശേഷം ഏതൊക്കെ ജീവനക്കാരുടെ ഭാഗത്താണ് വീഴ്ച വന്നിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഒരു FIR അടക്കം ഇട്ട് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാനാണ് വിജിലൻസ് നോക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കാൻ, അതായത് പണം തിരിച്ചു പിടിക്കാൻ, ഈ നഷ്ടപ്പെട്ട 2.4 കോടി രൂപ തിരിച്ചു പിടിക്കാൻ ഒരു ശുപാർശ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ അതിലൊരു ശുപാർശയായി സർക്കാരിന് പോയിരുന്നു. ഏകദേശം 9 സെക്രട്ടറിമാരടക്കം 29 ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ തുക ഈടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വശത്ത് അത്തരത്തിലുള്ള നടപടികൾ നടക്കുമ്പോഴാണ് വിജിലൻസും ഈ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള അഖിൽ C വർഗീസിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. ഗോപി, ശരി. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.